ഹായ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ജാനിക്കുട്ടിയുടെ പുറകെയാണല്ലോ. ജാനിക്കുട്ടി എന്ന് പറഞ്ഞത് മഞ്ജുപിള്ളയുടെയും സുജിത്ത് വാസുദേവന്റെയും മകളായിട്ടുള്ള ദയാ സുജിത്തിന്റെ പുറകെയാണല്ലോ. ആ കുട്ടിയുടെ വസ്ത്രധാരണ ശരിയല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോശമായിട്ട് ഉള്ള വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോൾ ഞാൻ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. കാരണം എനിക്ക് അല്ലാതെ പേഴ്സണലായിട്ട് എനിക്കറിയില്ല. ഞാൻ ആദ്യമൊക്കെ മഞ്ജുപിള്ളയുടെ മകളാണ്, ഭയങ്കര താരജാടയൊക്കെ ആയിരിക്കും എന്നുള്ള തരത്തിലാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കിഷ്ടമാണ്. സംസാരങ്ങളും ആ രീതികളൊക്കെ എനിക്കിഷ്ടമാണ്. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ ഒരു രസിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു പുഞ്ചിരി ഉണർത്തുക, അവർക്കൊരു സമാധാനം കിട്ടുക, അതാണല്ലോ ഒരു റീൽ ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. പക്ഷെ ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. ജാനിക്കുട്ടി എന്ത് ചെയ്യുമ്പോഴും നമുക്കിടെ മനസ്സിൽ ഒരു ഇത് കിട്ടുന്നുണ്ട്. ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ ജാനിയെ പോലെ തന്നെ എനിക്കിഷ്ടമുള്ള രണ്ടുപേരും കൂടെ ഉണ്ട്. ഒന്ന് ബിന്ദു പണിക്കരുടെ മകള്, പിന്നെ ഉർവശിയുടെ മകള്. അപ്പോൾ ഇവർക്കൊന്നും എനിക്ക് അധികമായിട്ട് താരജാട ഉണ്ടെന്ന് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടതാണ്. അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് ഇവരെയൊന്നും എനിക്കറിയില്ല. എനിക്ക് അധികം താരജാട ഇല്ല എന്ന തരത്തിൽ ഇഷ്ടപ്പെട്ടതാണ്. ഞാനത് വീട്ടിൽ പറയുകയും ചെയ്തു, അമ്മ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര താരജാടയൊന്നും ഇല്ല, ഇവരെ മൂന്നുപേരും എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ജാനിയുടെ ഈ ഫോട്ടോ ഇപ്പോൾ മിക്കവരും കൊടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ആ കുട്ടി അത് 2023 എങ്ങാണ്ടോ എടുത്ത ഒരു ഫോട്ടോയാണ്. അത് അന്നൊന്നും പറയാത്ത വിഷയം ഇപ്പോഴെന്തിനാണ് പൊക്കി പിടിച്ചുകൊണ്ട് വന്നതെന്നുള്ള കാര്യത്തിൽ ഒരു അത്ര ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നില്ല. ആ കുട്ടി ഇറ്റലിയിൽ എന്തോ ഫാഷൻ സ്കൂളിലാണ് അടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മോഡലിങ്ങിൻ്റെ ഭാഗമായിട്ടോ എന്തോ ചെയ്ത ഒരു വേഷമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോയാണ് ആ കുട്ടി കൊടുത്തിട്ടുള്ളത്. അതും 2023. ഇപ്പോൾ 2026 വിഷയമല്ല ഇത്. അപ്പോൾ അന്ന് ചെയ്ത് വെച്ച ഫോട്ടോ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് അതിൻ്റെ വസ്ത്രധാരണ ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതിന് ഇത്രയും വലിയ മോശമായിട്ട് അല്ലെങ്കിൽ വൾഗറായിട്ട് ആ കുട്ടി ഒരു വീഡിയോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മോഡലിങ് അല്ലെങ്കിൽ അത് പരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് ഫാഷൻ പരമായിട്ടൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ എന്നാലും വളരെ വൾഗറായിട്ട് ഉള്ള ഒരു തരത്തിലും ഞാൻ ആ വീഡിയോസോ ഫോട്ടോസോ ഒന്നും കണ്ടിട്ടില്ല. ഇനി ഞാൻ കാണാത്തതാണോ എന്നറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ല. ഇതിനേക്കാളും അപ്പുറം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ പേരുണ്ട്. ശരീരം കാണിച്ചാൽ മാത്രമേ ഇപ്പോൾ റീച്ച് കിട്ടുകയുള്ളൂ, വ്യൂസ് കിട്ടുകയുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ. കാണിച്ചു കഴിഞ്ഞാൽ ബോൾഡ്നെസ് ആയി, അങ്ങനെ ശരീരം പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എടുക്കുന്ന ഫോട്ടോസിനെല്ലാം ബോൾഡ്നെസ് ഫോട്ടോസാണല്ലോ. അപ്പോൾ ഇങ്ങനെ ശരീരം പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ അവരെയൊന്നും പറയാതെ ഈ മഞ്ജുപിള്ളയുടെ മകളെ തന്നെ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ള കാര്യം എനിക്കറിയില്ല. ആദ്യമൊക്കെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞ് ഓരോരുത്തരും റീൽസും വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മേക്കപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ്, കമ്മൽ എങ്ങനെയാണ്, മാല എങ്ങനെയാണ്, വളകൾ എങ്ങനെയാണ്, അതിനെ പറ്റിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെയ്തു വരുമ്പോൾ ആദ്യം ബോഡി കാണിക്കും, എന്നിട്ട് പാവാടി ഇടുന്നു, അല്ലെങ്കിൽ ബ്ലൗസ് ഇടുന്ന കാണിക്കുന്നു, പിന്നെ ധാവണി എടുത്ത് കാണിക്കുന്നു, അല്ലെങ്കിൽ സാരി എടുത്ത് കാണിക്കുന്നു. ആ ഒരു തരത്തിലാണ്. കാരണം ശരീരം കാണിച്ചാൽ മാത്രമേ വ്യൂസ് കയറുകയുള്ളൂ എന്നൊരു ധാരണ, അല്ലെങ്കിൽ ആ ഒരു ധാരണയും ചിന്തകളുമാണ് പലർക്കും ഉള്ളത്. അതൊക്കെ അവരവരുടെ ഇഷ്ടം, അവരവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ലിം ആയിട്ടിരിക്കുന്നവർക്ക് എന്ത് വേഷങ്ങളിട്ടാലും പ്രശ്നമില്ല. അവർക്ക് എന്ത് വേഷം, ഏത് മോഡേൺ ഡ്രസ്സായാലും, സാരി എടുത്താലും ധാവണി എടുത്താലും, എത്ര വലിയ മോഡേൺ ഡ്രസ്സ് ഇട്ടാലും അവർക്കൊന്നും ഒരു വിഷയമില്ല, നന്നായിരിക്കും. പക്ഷേ ഈ വണ്ണമുള്ളവർക്ക്, അമിതമായിട്ടുള്ള വണ്ണമുള്ളവർക്ക് അവർക്ക് താല്പര്യമുണ്ട്. എനിക്ക് മോഡേൺ ആയിട്ട് നടക്കണം, എനിക്ക് ജീൻസും ടോപ്പും ഇടണം, അല്ലെങ്കിൽ എനിക്ക് മുട്ട് വരെയുള്ള ഫ്രോക്ക് ഇടണം, എനിക്ക് സ്ലീവ്ലെസ് ഇടണം എന്നൊക്കെ തരത്തിൽ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് ആഗ്രഹം കൊണ്ട് അവർ ഇടാറുണ്ട്. അവരിട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്താ മറ്റുള്ളവർ പറയുന്നത്, അവള് ഇതാരെ കാണിക്കാൻ ഇട്ടുണ്ടാകുന്നത്, അവളിത് കാണിക്കാനാ,
നമ്മൾ അവരെ കാണിക്കാൻ, ഇവരെ കാണിക്കാൻ, അത് കാണിക്കണം, ഇത് കാണിക്കണം എന്നൊക്കെ തരത്തിൽ പറയും. അതിന് ചിലപ്പോൾ ഞാനായാലും ചിലപ്പോൾ പറഞ്ഞു പോവും, കാണുമ്പോൾ ഇവർക്കൊരു ബോധമില്ലേ എന്ന രീതിക്ക് നമുക്ക് തോന്നിപ്പോവും. നോർമലി പറഞ്ഞു പോകുന്നതാണ്, അത് ആരെയും കുറ്റം പറയാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു, കാരണം ഓവർ വണ്ണായിട്ടിരിക്കുമ്പോഴത്തേക്കും അവരെന്തുകൊണ്ട് ഇങ്ങനെ ഇട്ട്, അത് വേണ്ടായിരുന്നു എന്നുള്ള ചിന്ത ചിലപ്പോൾ അറിയാതെ നമുക്ക് വന്നു പോകും. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കുറച്ച് ദിവസം മുൻപ് തന്നെ ഒരു കുട്ടി ബസ്സിൽ സ്ലീവ്ലെസ് ഇട്ടിരുന്നു. പക്ഷേ സ്ലീവ്ലെസ് ഇട്ടെന്ന് കരുതി ആ കുട്ടി മോശമൊന്നും അങ്ങനത്തെ രീതിക്കൊന്നും അല്ല. പക്ഷേ അവിടെ ആൾക്കാർ നോക്കുന്നത് ആ കുട്ടി എന്തോ തുണിയില്ലാതെ നിൽക്കുമ്പോഴാണ് ആ കുട്ടിയെ നോക്കുന്നത്. അടി മുതൽ മുടി വരെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കും. അങ്ങനത്തെ ഒരു നാടാണ് ഇവിടെ. അപ്പോൾ ഒരു കൈയില്ല എന്ന് പറഞ്ഞിട്ട് കൈയില്ലാത്തൊരു ഡ്രസ്സ് ഇട്ടെന്ന് കരുതി ഒന്ന് ഇടിഞ്ഞു വന്ന് വീഴില്ല. പക്ഷെ എന്നാലും മറ്റുള്ളവരുടെ കണ്ണിൽ ആ കുട്ടി തുണിയില്ല എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ കാലങ്ങളൊക്കെ മാറി, എല്ലാം മാറി, രീതികൾ മാറി. അവരവരുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും ഒക്കെയും അവർക്ക് നടക്കാം. പക്ഷെ എന്ന് കരുതി അമിതമായിട്ടുള്ള ശരീരപ്രദർശനങ്ങളും നല്ലതല്ല. ഒരുപാട് പേര് ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് റീച്ചിനും പബ്ലിസിറ്റിക്കും പണത്തിനും വേണ്ടി എന്തും ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരെയെല്ലാം വിട്ടെറിഞ്ഞ് ഈ ജാനിയുടെ ദയയുടെ പുറകെ പോയത് എന്തുകൊണ്ടാണെന്ന് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ പേഴ്സണലായിട്ട്, അതുകൊണ്ടായിരിക്കുമോ എനിക്കറിയില്ല. എനിക്ക് ഈ കുട്ടിയെ ആ ഒരു മോശം വൾഗറായിട്ട് തരത്തിൽ എനിക്ക് ഒരു വീഡിയോസും ഞാൻ കണ്ടിട്ടില്ല. ഒരു വീഡിയോസും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല വൾഗറായിട്ട് നിൽക്കുന്ന ഒരു തരത്തിലും. ഫാഷൻ സ്കൂളിലാണ് പഠിച്ചത്. അവർ ചിലപ്പോൾ മോഡലിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ധരിക്കേണ്ടി വരും. മോഡലിംഗ് ചെയ്യുന്നവരങ്ങനെയാണല്ലോ. മോഡലിംഗ് ചെയ്യുന്നവർക്ക് ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളും അവർക്ക് ധരിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് കാര്യം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ.